ഒരു ലവ് ലെറ്റർ എഴുതിയാലോ? നിങ്ങൾ കത്തെഴുതാറുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ പെട്ടെന്ന് ഒരു കത്തെഴുതിക്കോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെറ്റർ ഈ വൈറ്റ് എൻവലപ്പിലാണ് വായിക്കേണ്ടത്. സിസേഴ്സും ബ്ലേഡും ഒന്നും ഇല്ലാതെ ഒരു ബ്യൂട്ടിഫുൾ എൻവലപ്പ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു A4 സൈസ് ഷീറ്റ് എടുക്കണം. ഇനി വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ മടക്കുക എന്നല്ലാണ്ട് എനിക്കൊന്നും പറയാൻ കാണില്ല. സോ വീഡിയോയിലെ എല്ലാ സ്റ്റെപ്പും അതുപോലെ ഫോളോ ചെയ്യുക. പണ്ട് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചിരുന്ന ബ്രദറിന് എല്ലാ മാസവും ഞാൻ കത്തെഴുതുമായിരുന്നു. ഈ ഫാൻസി എൻവലപ്പിലിട്ട് അയക്കുന്ന സീക്രട്ട് ലെറ്റർ ഒന്നും അല്ല. യെല്ലോ പോസ്റ്റ് കാർഡ് അറിയോ? സ്റ്റാമ്പ് ഒക്കെ പ്രിന്റഡ് ആയിട്ടുള്ള അതിൽ. ഈ ലെറ്റർ റൈറ്റിംഗ് എ കൈൻഡ് ഓഫ് തെറാപ്പി കൂടിയാണ് കേട്ടോ. മീൻവെൽ നമുക്ക് കുറച്ച് GK ആയാലോ? പേർഷ്യൻ ക്യൂണായ അറ്റോസയാണ് ഫസ്റ്റ് ഹാൻഡ് റിട്ടൺ ലെറ്റർ ഇൻവെന്റ് ചെയ്തതെന്നാണ് ഹിസ്റ്ററിൽ പറയുന്നത്. 5000 ഇയേഴ്സിന് മുൻപ് ഏഷ്യൻ ബാബിലോണിയൻസ് ആണ് ഫസ്റ്റ് എൻവലപ്പ് ഉണ്ടാക്കിയത്. പേപ്പർ അല്ലാട്ടോ, ബേക്ക്ഡ് ക്ലേ വെച്ചിട്ടാണ് അവർ എൻവലപ്പ് ഉണ്ടാക്കിയിരുന്നത്. പണ്ട് പേപ്പർ നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് ലെറ്റർ നല്ല ഭംഗിയായിട്ട് ഫോൾഡ് ചെയ്ത് സീൽ ചെയ്യുകയായിരുന്നു പതിവ്. കഴിഞ്ഞു. ഇനി GK സ്റ്റോക്ക് ഇല്ല കേട്ടോ. വീഡിയോയിൽ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് ട്രിക്കിയാണ്. ബട്ട് വൺസ് നമുക്ക് ആ നാക്കൊന്ന് മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ ഈസി ആയിരിക്കും. ഇടക്കേറി പറയുന്നത് ശരിയല്ല, എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എവിടെയോ കുറച്ച് ലാഗ് അടിച്ചോന്ന് ഡൗട്ട്. ബട്ട് എത്രയായാലും നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം പറഞ്ഞതുപോലെ ഫുള്ള് ഫോൾഡിംഗ് അല്ലേ, അപ്പൊ 2x ഇട്ട് വീഡിയോ ഓടിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. വെറുതെ അങ്ങ് കണ്ടുപോകാനല്ലോ, ഒന്ന് ട്രൈ ചെയ്യണ്ടേ നമുക്കും. കഴിഞ്ഞു. ഇനി ഈ രണ്ട് സൈഡ് ഗം വെച്ച് ഒട്ടിച്ച് ഒന്ന് സെക്യൂർ ആക്കണം. ഇനി ഇതിന്റെ മിഡിൽ പോർഷൻ വെച്ച് മടക്കി ഒരു പോക്കറ്റ് പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ആസ് യൂഷ്വൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ എഴുതാനും എൻവലപ്പ് ഉണ്ടാക്കാനും മറക്കണ്ട. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.